Hello students, today we are starting our fourth module, Socio-Cyber Informatics. First topic is social and ethical issues of information technology. നമുക്കറിയാം ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ധാരാളം ഇഷ്യൂസും ഉണ്ടാവും. സോ അങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one is privacy and freedom. Privacy is the right of an individual to be left alone, free from surveillance or interference from other individuals or organizations, including the state. മറ്റുള്ളവരുടെ നിരീക്ഷണത്തിൽ നിന്നും അതുപോലെ തന്നെ ഇടപെടലുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിനെയാണ് പ്രൈവസി എന്ന് പറയുന്നത്. ഇപ്പോൾ ആണെങ്കിലും നമുക്കറിയാം കുറേ ഓർഗനൈസേഷൻസിലെല്ലാം തന്നെ CCTVകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വളർച്ച കൊണ്ട് തന്നെയാണ് ഈ CCTVകളെല്ലാം ഇത്ര ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആവുന്നത്. സോ നമ്മളിപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോയാലും അവിടെ നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടി CCTVകൾ ഉണ്ടാവും. Second one is internet and privacy. Information sent over the internet may pass through many computers before it reaches to the recipient's computer. Many softwares are also available which are capable of collecting data and storing data relating to users' information in the internet. നമ്മൾ ഇന്റർനെറ്റിലൂടെ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്നിലധികം കമ്പ്യൂട്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ ഒന്നിലധികം കമ്പ്യൂട്ടറിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ കമ്പ്യൂട്ടറിലും പല സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അത് ആ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇന്റർനെറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ ഇന്റർനെറ്റിന്റെ യൂസിലൂടെ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും. Third one is information systems and intellectual property. Intellectual property rights can be defined as the rights given to people for inventions and the creations of their minds. It is usually give the creator an exclusive right over the use of his creation for a certain period of time. It includes copyright, trademarks, geographical indications, industry designs and patents. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ ക്രിയേഷൻസിന്റെ മേലുള്ള അയാളുടെ അധികാരത്തെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോയം ആണെങ്കിൽ അത് രചിക്കുന്ന ആൾക്കായിരിക്കും അതിന്റെ അവകാശം. അപ്പോൾ ആ പോയം രചിച്ച ആൾ എന്ത് ചെയ്യും, അത് ഒരു പബ്ലിഷർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ പബ്ലിഷർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് ഈ പോയറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. അതേപോലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ആ സോഫ്റ്റ്വെയർ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ക്യാഷ് കിട്ടുന്നത്. സോ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയധികം വളർന്നത് കൊണ്ട് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ബിക്കോസ് നമുക്കറിയാം നമുക്കിപ്പോൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന പല സോഫ്റ്റ്വെയർസും ഫ്രീ എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് വഴി നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോയത്തിന്റെ കേസ് അല്ലെങ്കിൽ വേറെ ക്രിയേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ആ പബ്ലിഷേഴ്സിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ അറിവ് പോലും ഇല്ലാതെ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇൻഫർമേഷൻ സിസ്റ്റം ഇത്ര രീതിയിൽ വളർന്നത് കൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Fourth one is accountability, liability and control. Here it is necessary to find answers to the responsibility, liability and accountability of software companies regarding the consequences of the use of their software. നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത ആർക്കാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ പല സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഫുള്ള് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരുമില്ല. അവിടെ നമുക്ക് ഒരാൾ അക്കൗണ്ടബിൾ ആണെന്ന് പറയാൻ മാത്രമില്ല. സോ അത് ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ ഒരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റം ക്വാളിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്.
Another serious issue of information technology is the widespread marketing of low quality and inferior software and systems. Many software companies are marketing their software products without conducting strict quality tests to make it totally bug free. ഇന്ന് നമുക്കറിയാം ധാരാളം സോഫ്റ്റ്വെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ധാരാളം സോഫ്റ്റ്വെയർ അവൈലബിൾ ആകുന്നത് കൊണ്ട് തന്നെ ഇത്തരം സോഫ്റ്റ്വെയർസ് ഒന്നും ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടല്ല പുറത്തിറക്കുന്നത്. സോ അങ്ങനെ ലോ ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ലീക്ക് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ ഡാറ്റ ഫെയിലിയർ ആവും, നമുക്ക് ഡാറ്റാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ആണെങ്കിലോ സിസ്റ്റം ആണെങ്കിലോ അതിന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഇഷ്യൂ ഈസ് എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. There are impact of computers on employment and productivity also. It is a fact that the use of computers have created new job opportunities and increased productivity. At the same time, the introduction of IT in many social applications has substantially reduced some type of job opportunities. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എംപ്ലോയ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് എംപ്ലോയീസ് വേണമായിരുന്നു. പക്ഷെ അതേ ടൈമിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് മെഷീൻസ് ഈ മനുഷ്യർ ചെയ്യേണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില ക്ലറിക്കൽ വർക്കും പിന്നെ റിപ്പീറ്റഡ് നേച്ചറിൽ വരുന്ന വർക്കൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് സ്വയം ചെയ്യും. അല്ലെങ്കിൽ ഒരു റോബോട്ട് പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന റോബോട്ട് പോലുള്ള മെഷീൻസ് അത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് കുറയുന്നുണ്ട്. ആ എംപ്ലോയ്മെൻറ്റ് കുറയുന്നതോടൊപ്പം പ്രൊഡക്ടിവിറ്റിയും കുറയും. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വാലിറ്റി. Human relationships present in non-computer systems are completely neglected in the computer-based systems. People are known by numbers rather than by their names, and as a result, many people feel a loss of identity. കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ നമ്മളൊക്കെ ഒരു നമ്പർ ആയിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഈ കമ്പ്യൂട്ടേഴ്സിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പീപ്പിൾസിന് എന്ത് ചെയ്യും, അവരുടെ ഐഡൻറ്റിറ്റി ലോസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നും. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വേറൊരു ഇഷ്യൂ ആണ് ഫേക്ക് ഐ ഡീസ് ക്രിയേറ്റ് ചെയ്യാം. ധാരാളം ഫേക്ക് ഐ ഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയോടെയാണ് കൂടി വരുന്നത്. നെക്സ്റ്റ് ഇഷ്യൂ ഈസ് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ. Computer users have concern over their information kept in many databases. It can make available to or can be damaged by unauthorized persons. കമ്പ്യൂട്ടർ സിസ്റ്റംസിലൊക്കെ നമുക്ക് അറിയാം ഇൻഫർമേഷൻസ് ഡിഫറെൻറ്റ് സെർവറിൽ അല്ലെങ്കിൽ ഡാറ്റാബേസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഡാറ്റാസ് അൺഓതറൈസ്ഡ് എന്ന് വെച്ചാൽ അധികാരമൊന്നുമില്ലാത്ത ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു പേഴ്സണ് വേണമെങ്കിൽ ഈസി ആയിട്ട് ഹാക്ക് ചെയ്തെടുക്കാം. സോ അങ്ങനെ നമ്മുടെ ഡാറ്റാസിൻ്റെ സെക്യൂരിറ്റി അവിടെ നഷ്ടപ്പെടും. നെക്സ്റ്റ് ഇഷ്യൂ ഈസ് കമ്പ്യൂട്ടർ ക്രൈം ആൻഡ് അബ്യൂസ്. കമ്പ്യൂട്ടർ ക്രൈം ഈസ് ദി കമ്മിറ്റിംഗ് ഓഫ് ഇല്ലീഗൽ ആക്ട് ത്രൂ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ അഗെയിൻസ്റ്റ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെതിരെയോ നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവൃത്തികളെയാണ് കമ്പ്യൂട്ടർ ക്രൈം എന്ന് പറയുന്നത്. Accessing of others' computer without their consent, destroy information in it, etc. are now treated as computer crimes. മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടർ നമ്മൾ ആക്സസ് ചെയ്യുന്നു, അതേപോലെ അതിൽ ഇൻഫർമേഷൻസ് ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇതൊക്കെ കമ്പ്യൂട്ടർ ക്രൈംസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ അറിയാം ഓൺലൈനായിട്ടാണ് ഇപ്പോൾ മിക്കവാറും പേയ്മെൻ്റ് ഒക്കെ നടത്താറുള്ളത്. സോ ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നമ്മുടെ ഡാറ്റ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് ഹാക്കർമാർക്കോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ സെക്സ് റാക്കറ്റൊക്കെ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. സോ ഇത്തരം പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച കാരണം വന്നിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഈസ് ഹെൽത്ത് പ്രോബ്ലംസ്. The use of computers may create health problems like headache, muscular pain, eye strain, repetitive stress injury, etc.
കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കാരണം ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് തലവേദന, കുറേ നേരം സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാവും, അതേപോലെ ഐ സ്ട്രെയിൻ ഉണ്ടാവും. ദെൻ മസ്കുലാർ പെയിൻ, ഒരേ സ്ഥലത്ത് നമ്മൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അവിടെ മസ്കുലാർ പെയിൻ ഉണ്ടാവും. നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വളർച്ചയോടെ എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഫിസിക്കലി വർക്കൊന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി, നമ്മൾ കീബോർഡിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെറീഡിയൻ നെർവിലാണ് പ്രഷർ കൊടുക്കുന്നത്. അങ്ങനെ പ്രഷർ കൊടുക്കുന്ന വഴി നമുക്ക് ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. അതേപോലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിൽ നിന്ന് ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി വളർച്ച നമ്മൾ ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിജിറ്റൽ ഡിവൈഡ്. The digital divide refers to the difference between people who have easy access to the internet and those who do not. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ, ഇപ്പോഴും കുറഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെയാണ്, അല്ലെങ്കിൽ ആ ഡിഫറൻസിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. It includes the imbalances in physical access to technology as well as the imbalances in resources and skills needed to effectively participate as a digital citizen. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെ ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് വൺ, ഇംബാലൻസസ് ഇൻ ഫിസിക്കൽ ആക്സസ് ടു ടെക്നോളജി. ഫിസിക്കൽ ആക്സസ് ഹിയർ മീൻസ് ദി ആക്സസ് ടു ഇന്റർനെറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിസിക്കൽ ഡിവൈസസ്. ഫിസിക്കൽ ഡിവൈസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഡിവൈസിന്റെ സഹായത്തോടെ വേണം നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ. സോ ഇത്തരം ഡിവൈസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇന്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നെക്സ്റ്റ് വൺ, ഇംബാലൻസസ് ഇൻ റിസോഴ്സസ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ആസ് എ ഡിജിറ്റൽ സിറ്റിസൺ. ഇവിടെ അയാൾക്ക് ഒരു ഫിസിക്കൽ ഡിവൈസ് എന്ന് വെച്ചാൽ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മാത്രം ഉണ്ടായാൽ പോരാ, അയാൾക്ക് അത് യൂസ് ചെയ്യണേൽ കുറച്ച് സ്കിൽസ് കൂടെ വേണം. എസ്പെഷ്യലി ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യണേൽ അത്യാവശ്യം സ്കില്ല് വേണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡിന് കാരണമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജെൻഡർ. ഫീമെയിൽസ് ഹാവ് ലെസ് ആക്സസ് ടു ഇന്റർനെറ്റ് ദാൻ മെയിൽസ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു പുരുഷ മേധാവിത്വം തന്നെയാണുള്ളത്. അവിടെ സ്ത്രീകൾക്കൊന്നും തീരെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്കില്ല. സോ ഈ ജെൻഡർ ഇനീക്വാലിറ്റി ഡിജിറ്റൽ ഡിവൈഡിന്റെ ഒരു കാരണമാണ്. സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ ഡിസബിലിറ്റി. വിഷ്വലി ഇംപെയർഡ് ആൻഡ് ബ്ലൈൻഡ് പീപ്പിൾ ആർ നോട്ട് ഫുള്ളി ഏബിൾ ടു യൂസ് എ കമ്പ്യൂട്ടർ ഡ്യൂ ടു ദെയർ ഫിസിക്കൽ ഡിസബിലിറ്റി. നമ്മൾ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ICT യൂസ് ചെയ്യണേൽ നമുക്കൊരു കമ്പ്യൂട്ടർ വേണ്ടി വരും. അപ്പോൾ ഈ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറവുള്ളവരും അതുപോലെ തന്നെ കണ്ണ് കാണാത്ത ആൾക്കാർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവരവരുടെ പരമാവധി സ്കില്ല് യൂസ് ചെയ്തിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്യും. എന്നാലും ഫുള്ളായിട്ട് ഈ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ആക്സസ്. Lack of telecommunication infrastructure with sufficient reliable bandwidth for internet connections and the ability to purchase the necessary equipments create digital divide among people. ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതേപോലെ തന്നെ നല്ല ഇന്റർനെറ്റ് കണക്ഷൻസ് ഇല്ല, അതുപോലെ തന്നെ അവർക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഫിസിക്കലി എന്തായാലും ഈ ഡിജിറ്റൽ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി റൂറൽ ഏരിയാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഈ ഫിസിക്കൽ ആക്സസും ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ICT skills and support. People in many areas do not have proper skills about modern technology. നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്യണേൽ എന്തായാലും അത്യാവശ്യം സ്കില്ല് വേണം. സോ ഇങ്ങനത്തെ സ്കില്ല് ഇല്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫിസിക്കൽ ഡിവൈസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല,
നല്ല രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സ്. മെനി പീപ്പിൾ തോട്ട് ദാറ്റ് ന്യൂ ടെക്നോളജീസ് ആർ ഹാംഫുൾ ഫോർ യങ് ജനറേഷൻ. ഇവിടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഇങ്ങനെ പുതിയ ടെക്നോളജീസ് ഒക്കെ പുതിയ ജനറേഷന് ഹാംഫുൾ ആണ് എന്ന് തിങ്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇന്റർനെറ്റ്, ഡിജിറ്റൽ ടെക്നോളജി ഒന്നും ആക്സസ് ചെയ്യില്ല. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഏജ്. Older people are less likely to have a computer and less likely to be interested in using the internet. ഓൾഡർ പീപ്പിൾക്ക് ഈ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വരില്ല. കാരണം അവരുടെ എഡ്യൂക്കേഷൻ ടൈമിൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു അറിവില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ളൊരു താല്പര്യക്കുറവ് കൊണ്ടോ ഈ അത്യാവശ്യം പ്രായമായ ആൾക്കാർ ഇത് ഉപയോഗിക്കില്ല. Next topic is digital natives. The term digital natives is coined by Mark Prensky in 2001. മാർക്ക് പ്രെൻസ്കി എന്ന് പറയുന്ന ആൾ 2001 ഈ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന ടേം കൊണ്ടുവന്നത്. It is used to describe the generation of people who grew up in the era of information technology, including computers and internet. കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും അടങ്ങി ഇൻഫർമേഷൻ ടെക്നോളജി ഏരിയയിൽ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഓഫ് പീപ്പിളിനെയാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ നേറ്റീവ്സ് ആർ ജനറലി ബോൺ ആഫ്റ്റർ 1980s ആൻഡ് ദേ ആർ കംഫർട്ടബിൾ ഇൻ ദി ഡിജിറ്റൽ ഏജ്. 1980-കൾക്ക് ശേഷം ജനിച്ച ആൾക്കാരാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അവർ ഡിജിറ്റൽ ഏജുമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഡിജിറ്റൽ നേറ്റീവ്സിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു മാർക്ക് പ്രെൻസ്കി, ഡിജിറ്റൽ നേറ്റീവ്സ് ആർ ദി ജനറേഷൻ ഓഫ് യങ് പീപ്പിൾ ഹു ആർ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ദി ഡിജിറ്റൽ ലാംഗ്വേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വീഡിയോ ഗെയിംസ് ആൻഡ് ദി ഇന്റർനെറ്റ്. യങ് പീപ്പിളിന്റെ ഒരു ജനറേഷൻ ആണ് ഡിജിറ്റൽ നേറ്റീവ്സ്. ദേ ആർ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഡിജിറ്റൽ ലാംഗ്വേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വീഡിയോ ഗെയിംസ് ആൻഡ് ഇന്റർനെറ്റ്. അവര് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് കമ്പ്യൂട്ടറും വീഡിയോ ഗെയിംസും ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സ്. Digital natives are grouped into 3. First one is avoiders. They were born in digital world, but they are not interested in using phones and internet, especially social medias. ഡിജിറ്റൽ വേൾഡിൽ തന്നെ ജനിച്ച ആൾക്കാരാണ് ഈ അവോയ്ഡേഴ്സ്. പക്ഷെ അവർക്ക് ഈ ഫോണോ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. എസ്പെഷ്യലി സോഷ്യൽ മീഡിയാസിലൊന്നും അവർ തീരെ ആക്റ്റീവ് ആയിരിക്കില്ല. സെക്കൻഡ് വൺ ഈസ് മിനിമലിസ്റ്റ്. They use technology minimally and when they perceive it necessary. They search information on Google if they have to and purchase online if they cannot buy something at a local store. ഇവിടെ ടെക്നോളജി മിനിമലി കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് മിനിമലിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ടെക്നോളജി ഉപയോഗിക്കുന്നത് തന്നെ എന്തെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ മാത്രമാണ്. ഇപ്പം അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ, അവർ ഓൺലൈൻ പർച്ചേസ് തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ ലോക്കൽ സ്റ്റോറിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാതെ വരണം. അങ്ങനെ മാത്രമേ അവർ ഗൂഗിളിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. Third one is enthusiastic participants. Most of the digital natives are enthusiastic participants. They enjoy technology and gadgets. ഈ ടെക്നോളജിയും ഗാഡ്ജറ്റ്സും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരെ ഉപയോഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഡിജിറ്റൽ നേറ്റീവ്സും enthusiastic participants തന്നെയായിരിക്കും.